എല്ലാ ദൈവമക്കൾക്ക് യേശുക്രിസ്തുവിനുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വളരെ പ്രാർത്ഥന ചെയ്യുന്നു. അവർ മൈക്ക് തരാറുണ്ട്. മൈക്കിൻ്റെ ആവശ്യമുണ്ടോ? കേൾക്കാമോ എല്ലാവർക്കും? അതേപോലെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ച സന്ദേശം തന്നെയാണ് നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. ദൈവം നമ്മൾ പറയുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്കി ഞാനിപ്പോൾ കുറച്ച് മിക്കവാറും അടുത്ത ആഴ്ചയിൽ ഞാൻ ഈ പ്രസംഗം തന്നെ ആയിരിക്കും പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ഈ പ്രസംഗമാണെന്ന് വല്ലതും ഓർക്കുന്നുണ്ടോ? ഞാൻ വായിച്ചത് ഈ അധ്യായമാണെന്ന് വല്ലതും ഓർക്കുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞ ആഴ്ച ഈ അധ്യായം തന്നെ ഞാൻ വായിച്ചത്. പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേ നിങ്ങൾ മറന്നു. അപ്പോൾ പിന്നെ എന്നാൽ ഈ ആഴ്ച കൂടെ പറയാം. എന്നിട്ട് എനിക്ക് ബോധ്യം വന്നാൽ അടുത്ത ആഴ്ച ഈ പ്രസംഗം ഞാൻ മാറ്റാം. പിന്നെ എന്തായാലും പാസ്സുണ്ട്, അദ്ദേഹം അല്പസമയം നിങ്ങൾക്ക് പുതിയതായിരിക്കുന്ന എന്തെങ്കിലും സന്ദേശം തരും. ഞാനപ്പോൾ പഴയ സന്ദേശവും നിങ്ങൾക്ക് തരും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവവും ഞാനുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധം ആണ് പ്രാർത്ഥന. ലോകജാതികൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അവരുടെ ശരീരത്തിന് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് നമ്മൾ അറിയണം. ദൈവഭക്തനായിരുന്നവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. തിരിച്ചറിഞ്ഞിട്ട് വേണം. ദുഷ്ടന്മാരുടെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാണ്. ഹല്ലേലൂയ. അപ്പൊ വേദപുസ്തകം പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ ചെവിയിൽ എത്തുന്നില്ല, കാരണം നിങ്ങൾ അകൃത്യത്തിലാണ്, നിങ്ങളും ദൈവവും തമ്മിൽ ശത്രുതയിലാണ്. യെശയ്യാ 59:1-2 വാക്യങ്ങൾ. എന്നിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് ശത്രു. അങ്ങനെ പറയല്ലേ എൻ്റെ അങ്ങളെ, എൻ്റെ പാസ്റ്റ, അങ്ങനെ പറയല്ലേ. ഞാൻ പറയുന്നതല്ല, ദൈവം പറയുന്നതാണ്. ഹൃദയം തുറന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധമില്ലാതെ, നിങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു വ്യക്തിയുമായിട്ട് ബന്ധമില്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വർഗത്തിൽ പോകുന്നില്ല. അതുകൊണ്ട് ദൈവം പറയുന്നത് പ്രാർത്ഥിക്കാത്തതാണ് പാപം. യെശയ്യാ സങ്കീർത്തനങ്ങൾ 53 പറയുന്നത് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. പിന്നെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തോടല്ല, പിന്നെ അവരോട് തന്നെ അവർ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന അവരുടെ മാർവിടത്തിലേക്ക് മടങ്ങി വരും. ഉള്ളുകൊണ്ട് അവർ പറയുന്നത് വെറുതെ ദൈവം ഉണ്ടോന്നൊക്കെ പറയുന്നുണ്ട്, കാര്യം ശരിയാ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്. അകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്ന ദൈവമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തിക്കൊക്കെ ദൈവം ഈ ശിക്ഷ തരട്ടെ. ദൈവം എൻ്റെ ഹൃദയം അറിയുന്നുണ്ടോ? എനിക്ക് ആരോടൊക്കെ പകയുണ്ട്, എനിക്ക് ആരോടൊക്കെ വിദ്വേഷമുണ്ട്, എന്നിട്ട് എൻ്റെ ഹൃദയം അറിയുന്നത് ദൈവമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെയാണോ ഇന്ന് ഞാൻ എഴുന്നേറ്റ് നടക്കുമായിരുന്നോ? ജീവിക്കുന്നത് തന്നെ അപ്പം ദൈവം ഉണ്ടെന്ന് ഞാൻ പറയുന്നത് വെറുതെ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നില്ല, വായ കൊണ്ട് പറയും ദൈവമേ ദൈവമേ കർത്താവേ കർത്താവേ. അത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് എന്നോട് പറയുന്നവൻ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല പറയുക. ഹൃദയത്തിൽ ബന്ധമില്ലാത്ത ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി, ദൈവാത്മാവുള്ള ഒരു വ്യക്തിക്ക് വിവേചിക്കാൻ പറ്റും. ദൈവവുമായിട്ട് ഹൃദയ ബന്ധമില്ലാതെ ഒരു അവസ്ഥ കഴിഞ്ഞ ആഴ്ചയിൽ അതിന് മുമ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ബന്ധമില്ലായിരുന്നു, അത് ഒരു വർഷത്തോളം ബന്ധമില്ലെങ്കിലും ഭയാനകമാണ്. അങ്ങനെ ആക്കി പോരുന്ന ഒരു കൂട്ട സമൂഹമായി ഇസ്രായേൽ മാറി. വർഷങ്ങളായിട്ട് അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ല, പക്ഷെ സംഗതിയെല്ലാം മതത്തിന്റെ ഭക്തിയെല്ലാം ഉണ്ട്. ഇത് ഭയാനകമാണെന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. കപടഭക്തി കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, ദയവ് ചെയ്തിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണ്ട.
ഞാൻ പറഞ്ഞല്ലോ, സഭയ്ക്കകത്ത് ആത്മപ്രേരണയോടെ ഒരാഴ്ച പ്രാർത്ഥിച്ചു. സഭയ്ക്കകത്ത് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം പിതാവേ, എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട്, അതല്ലാതെ ഇവിടെ ആരും പ്രാർത്ഥിക്കാനില്ലല്ലോ എന്ന് കണ്ടിട്ട് നിങ്ങളിൽ ഒരാൾ പോലും ഇവിടെ പ്രാർത്ഥിക്കരുത്. അത് പാപമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വയത്തിൽ നിന്നാണ്. അവിടെ തീ ഇറങ്ങി വരത്തില്ല, ദൈവാത്മാവ് ഇറങ്ങി വരത്തില്ല. ആരുമില്ലല്ലോ, ഒന്നത് പ്രാർത്ഥിച്ചേക്കാം. ആരുമില്ലെങ്കിൽ നീ അതിനകത്ത് തീ കത്തിക്കണ്ട. നാദാബും അബീഹുവും അവിടെ വെന്തു മരിച്ചത് അന്യാഗ്നി കൊണ്ടുവന്നതുകൊണ്ട്. അന്യാഗ്നി സഭയ്ക്കകത്ത് വരരുത്. ദൈവം തന്നതല്ലാത്ത ഒരു സ്തോത്രം നമുക്ക് വേണ്ട. ഉള്ളിലില്ലെങ്കിൽ നമ്മൾ വേണ്ട. നമ്മൾ ജാതികളെ പോലെ ദൈവമക്കളാണ്. വരാം, ചില ഉള്ളിലില്ലാത്ത അവസ്ഥ വരും. തെറ്റ് വരാത്തവരായ എത്രയോ നാളുകൾ, ഏകദേശം 36-37 വർഷമായിട്ട് ഈ പ്രസംഗ ശുശ്രൂഷ കവലപ്രസംഗമായിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കേവലം ഒരു 10 വർഷത്തിലുള്ള എൻ്റെ അനുഭവങ്ങൾ എനിക്ക് വ്യക്തമായിട്ടറിയാം. ഒരു കപടഭക്തിയായിരുന്നു, ഭക്തിയുടെ വേഷമുണ്ടായിരുന്നു. എന്നാൽ സത്യത്തിന്റെ പരിജ്ഞാനമില്ലാത്ത, ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധമില്ലാത്ത, ഹല്ലേലൂയ, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഞാൻ നടന്നതും ജീവിച്ചതുമായിരിക്കും എൻ്റെ അനുഭവങ്ങൾ. സാത്താന്റെ രാജ്യം വളർത്തുന്ന പല പ്രവർത്തികൾ എൻ്റെ ഭാഗത്തുണ്ട്. ഞാൻ ഒരുപാട് ആത്മാക്കളെ നേടി, ഒരുപാട് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തു. പക്ഷേ മഹത്വം ദൈവത്തിനും കിട്ടാത്ത ഒരവസ്ഥയുണ്ടായി. ദൈവമക്കളെ, വേദനയോടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ദയവായി ഈ കാര്യങ്ങളൊന്ന് ചിന്തിക്കണം. ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, നിങ്ങൾക്ക് ബന്ധമുണ്ടാകണം. ഞാൻ പറഞ്ഞു, ദൈവം സ്വർഗസ്ഥനായ ദൈവം. പ്രാർത്ഥിക്കുമ്പോൾ കഴിയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ഇവിടെ വന്നപ്പോൾ എന്ത് ഭാരത്തോടെയാണ് വന്നത് എന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നു. ഇനി നിങ്ങൾ അങ്ങോട്ട് പറയണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ആരും തലേ കൈ വെച്ച് തരണ്ട. അവൻ, അതായത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവപ്രവൃത്തി. ഇസ്രായേൽ മക്കൾക്ക് അവിടെ ബിഷപ്പിന് മന്ന കിട്ടുന്നുണ്ട്. മരുഭൂമിയിൽ മന്ന കിട്ടുന്നുണ്ട്. മന്നയുടെ ടേസ്റ്റ് പറയാമോ? തേനിൽ ചുട്ടെടുത്ത ദോശ. എന്ന് വെച്ചെന്നാൽ ആ ദോശയുടെ പുളിയും ആ തേനിന്റെ മധുരം എന്നൊക്കെ പറഞ്ഞാലേ അങ്ങോട്ട് മല്ലന്മാരുടെ ആഹാരമാണ്, മാലാഖമാരുടെ ആഹാരം എന്നാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. ഇത് കൊടുത്തൊരു എന്തൊരു സന്തോഷം. അല്പം കഴിഞ്ഞപ്പോൾ എണ്ണ ചേർത്ത ദോശയായി. ഇപ്പം തേനിൽ ചുട്ട ദോശയുടെ ടേസ്റ്റ് പോയി. ഇപ്പൊ എണ്ണ ചേർത്ത ദോശയായി. അപ്പൊ അതിൻ്റെതായിരിക്കുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ. ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എത്തിച്ചു. അത് കഴിഞ്ഞപ്പോ ഈ വെറും ദോശ, എണ്ണ പോലുമില്ല. ഈ വെറും ദോശ ഞങ്ങൾക്ക് എന്തിന്? ഞങ്ങൾ മടുത്തു. ഇപ്പൊ വെറും ദോശ തിന്നവരുണ്ട്, വെറും ദോശ തിന്നോ. ഇത് തേനിൽ ചുട്ടെടുത്ത ദോശയാണ്. പക്ഷെ ഇത് വെറും ദോശയായിട്ട് വരുന്ന എന്താ? വെറുപ്പ് കൊണ്ടാണ്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നത് തൃപ്തി. മരുഭൂമിയിൽ അവരുടെ കാലിലെ ചെരുപ്പ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഇവിടുത്തെ ജുവൽ മോളുടെ കാലിന്റെ ചെരുപ്പിന് എന്ത് വെളുപ്പുണ്ട്. 40 വർഷം ഇവിടെ നടക്കുക മരുഭൂമി കൂടെ. ഇവിടെ ചെരുപ്പ് വലുതാവും. ഇവരുടെ ഉടുപ്പിന് എന്ത് വലുപ്പമുണ്ട്? ഇവരുടെ ഉടുപ്പ് വലുതായിക്കൊണ്ടിരിക്കും. അവരുടെ വസ്ത്രം പഴകിയില്ലെന്ന് പറയുന്നത് ദൈവമല്ലോ ചെയ്തു. കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. സമൃദ്ധമായി നടത്തുക. അവരുടെ മധ്യത്തിലൊരു ദൈവം ഉണ്ടായിരുന്നു. അവരുടെ കൂടെ നടക്കാനൊരു ദൈവം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ടത് എന്താ? കൂടെ നടക്കുന്ന ദൈവം അത് അവിടെ ഇരിക്കട്ടെ. ഹലോ, കൂടെ നടക്കുന്ന ദൈവം അവിടെ ഇരിക്കട്ടെ. കൂടെ ഇവിടെ വന്നിരിക്കുന്ന ദൈവം അവിടെ ഇരിക്കട്ടെ. എതിയും കുഞ്ഞിനെ കളിപ്പിക്കണം. കൂടെ ഇരിക്കുന്ന ദൈവം, കൂടെ നടക്കുന്ന ദൈവം അവിടെ ഇരിക്കട്ടെ. എനിക്ക് ഇറച്ചി വേണം, എനിക്ക് ഇറച്ചി വേണം, ഞങ്ങൾക്ക് മത്തങ്ങ വേണം, ഞങ്ങൾക്ക് ചുമന്നുള്ളി വേണം, ഞങ്ങൾക്ക് ചുറ്റുള്ളി വേണം. കൂടെ ഒരു ദൈവം ഉണ്ടെന്നുള്ള സംതൃപ്തിയില്ലാത്ത ജനം. ദൈവത്തിന്റെ സർവശക്തിയെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? നമ്മുടെ ദൈവം നമ്മുടെ രോഗസൗഖ്യം തരുന്ന ദൈവം, നമ്മുടെ ദാരിദ്ര്യം മാറ്റുന്ന, കടഭാരം മാറ്റുന്ന ദൈവം. പക്ഷേ കടഭാരം ഉണ്ടെങ്കിലും ഓർത്തോ, നിന്റെ കൂടെ ഞാനുണ്ട് കേട്ടോ. കർത്താവ് പറയാ, ഞാനുണ്ട് നിന്റെ കൂടെ. നിന്റെ വാർദ്ധക്യത്തിൽ കടം മാറിയില്ലെങ്കിലും സന്തോഷം. എന്താ സന്തോഷം? യേശുവിന്റെ കൂടെ ഉണ്ടല്ലോ.
ഇതാണ് ദൈവത്തിന്റെ സ്വർഗത്തിന്റെ മഹിമ മനസ്സിലാക്കുന്ന ഒരാളുടെ വിശ്വാസം. എന്റെ ബുദ്ധിമുട്ട് മാറിയില്ലെങ്കിലും എന്റെ രോഗം മാറിയില്ലെങ്കിലും എന്റെ കൂടെ നടക്കാൻ ഒരു ദൈവമുണ്ട്. ഉണ്ടോ? ഹലോ, അല്ലെങ്കിൽ ഇതിനകത്താണോ നിങ്ങളുടെ സന്തോഷം? നിങ്ങളുടെ പ്രശ്നം മാറുമ്പോഴാണോ നിങ്ങളുടെ സന്തോഷം? നിങ്ങൾ ആത്മീയരാണോ ജഡീയരാണോ നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങളുടെ പ്രശ്നം മാറുമ്പോഴാണോ നിങ്ങളുടെ സന്തോഷം? പ്രശ്നത്തിന്റെ അകത്ത് മരുഭൂമിയിൽ ദൈവം നിങ്ങളുടെ കൂടെ നടക്കുമ്പോഴാണോ നിങ്ങൾക്ക് സന്തോഷം? പ്രശ്നം മാറുമ്പോഴാണ് സന്തോഷപ്പെടുന്നത്. കരവേദിക്ക് പ്രശ്നത്തിന്റെ മധ്യത്തിൽ ദൈവം എന്റെ കൂടെ നടക്കുന്നതാണ് എനിക്ക് സന്തോഷം. കരവേർത്തേക്ക് പകുതി പേരൊക്കെ കരവേർത്തേക്ക് കേട്ടില്ല. ഒന്ന്, അവൻ സർവശക്തനാണ്. രണ്ട്, അവൻ പരിശുദ്ധനാണ്. ദൈവത്തിന്റെ സ്വഭാവം ശക്തിക്കകത്തല്ല, അവന്റെ വ്യക്തിക്കകത്താണ്. ദൈവം ഒരു വ്യക്തിയാണെന്ന് നിങ്ങളും ഞാനും കാണണം. അവന്റെ സർവശക്തി മതി. ഇന്നത്തെ പെന്തക്കോസ്തർക്ക് പലർക്കും അവന്റെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ, ഹല്ലേലൂയ, ശക്തി വെളിപ്പെടുത്തുന്ന ശുശ്രൂഷയിലൂടെ ദൈവശക്തി വെളിപ്പെടണം. ദൈവവചനത്തിന് വിരുദ്ധമാണത്. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പിന്നെ ദൈവം ഒരു വ്യക്തിയാണ്. മോനെ, കർത്താവിന്റെ സ്വഭാവം നിന്നുണ്ടോ? ആ കർത്താവിന്റെ ആ സ്വഭാവം എന്താണെന്ന് അറിയാമോ? നോക്ക്. അതാണ് ആന്റിമാരെ നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ സ്വഭാവം എന്താ? യേശുവിനെ നോക്കിയാൽ മതി. പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയത് യേശു കർത്താവാണ്. ഇപ്പൊ ദൈവം സർവശക്തിയുള്ളവനാണ്. അവൻ ദൈവത്തിന്റെ വിശുദ്ധിയുള്ള സ്വഭാവം, സ്നേഹമാണ് വിശുദ്ധി. അവന്റെ സ്നേഹത്തിന്റെ വിശുദ്ധി. പ്രിയപ്പെട്ടവരെ, ഞാൻ വേഗത്തിൽ നിർത്തട്ടെ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ തന്നെ പോയതാ. ഞങ്ങളുടെ പിതാവ്, എങ്ങനെ? സ്വർഗസ്ഥനായ ദൈവം ഞങ്ങളുടെ ഒരു മനസ്സ്, ഒരു ഹൃദയം. ഈ ദൈവസഭയ്ക്കകത്ത് നിങ്ങൾക്കില്ലെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് നന്മയല്ല. ബാക്കി എന്താ? നിങ്ങൾ തീരുമാനിച്ചോ. ഒരു മനസ്സ്, ഐക്യതയും. ഞങ്ങളുടെ പിതാവ്, ഹലോ, ഞങ്ങളുടെ പിതാവ്. എനിക്കാരോടും ഒന്നുമില്ല എന്ന് വെച്ചാൽ കണക്കോ ഇല്ല, എനക്കോ ഇല്ല. സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറച്ചുകളയും. പാപങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നെങ്കിൽ, ഇപ്പൊ ഞാനൊരു തെറ്റ് നിങ്ങളോട് ചെയ്താൽ അത് മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുകയല്ല. സ്നേഹം അതിനെ മറയ്ക്കും. ഇതിനകത്ത് ഇഷ്ടിയൊക്കെ ഇരിക്കുന്നെങ്കിലും അതിനകത്ത് സിമെന്റ് തേച്ച്, അതിനകത്ത് വൈറ്റ് അടിച്ച്, അതിനകത്ത് കളറടിച്ചു വന്നപ്പോൾ മനോഹരമാക്കിയതുപോലെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് അതിനെ മറച്ചുകളയും. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. പോകുന്നതാർക്കാ? ഇപ്പൊ ഞാൻ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ നഷ്ടമാർക്കാ? ഞാൻ നിങ്ങളോട് ക്ഷമിച്ചില്ലെങ്കിൽ നഷ്ടമാർക്കാ? പിന്നെ നിങ്ങൾ എവിടെ കിടന്ന് ഉപസിച്ചാലത് കിട്ടാൻ പാട കേട്ടോ. ഉപസിച്ചാലത് കിട്ടുന്നല്ല, തിരുത്തപ്പെടണം. ഞങ്ങൾ ഒന്ന്. കൈ കൊടുത്തിട്ട് അബ്നേറിനെ യോവാബ് കൈ കൊടുത്തപ്പോൾ എന്തായിരുന്നു? കത്തി മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. ചങ്കിന് കൊണ്ട് കുത്തി. ചെങ്ങനെ സത്യത്തിൽ ആത്മീയരെന്ന് അഭിമാനിക്കുന്ന അല്ല, ആത്മീയരെന്ന് അഭിനയിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം അതാണ്. എന്താണ്? ഒരു വാക്കുകൊണ്ട് എങ്ങനെയെങ്കിലും തകർക്കുക, എങ്ങനെയെങ്കിലും പണിയാനല്ല, എങ്ങനെയെങ്കിലും സഭയ്ക്കകത്തൊരു ഐക്യത ഉണ്ടാക്കണമെന്നല്ല. ഐക്യത ഉണ്ടായൊരു ഐക്യത ഇവിടെ ഐക്യതയില്ല, സ്നേഹമില്ല എന്ന് നിങ്ങളുടെ ഒരാൾക്ക് തോന്നുക. എന്ത് ചെയ്യണം? നിങ്ങൾ വില കൊടുത്ത ഐക്യത, സമാധാനം ഉണ്ടാക്കണം. അല്ലാതെ കണ്ട ഐക്യതയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഊതി ഒഴിക്കുകയല്ല. നിങ്ങളുടെ ജോലിയാണ് സ്നേഹം ഉണ്ടാക്കേണ്ടത്. ഐക്യം ഉണ്ടായി വരുന്നതല്ലത്. നമ്മളെ കളയുന്നത്, ഞാനായിട്ടാണ് കളയുന്നത്. എന്നിട്ട് ഞാൻ പറയും, ആർക്കുണ്ടൊരു മനസ്സ്? വെള്ളിയാഴ്ച വരാത്ത നിങ്ങൾക്ക് ഒരു മനസ്സില്ല. ഇതിന്റെ എന്ത് കഷ്ടത പറഞ്ഞാലും കഷ്ടത കൂടത്തെ ഉണ്ട്. ഞാൻ പറയാം, വീട്ടിൽ കുത്തിയിരുന്നാൽ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ശരീരത്തിന് ഒരു വേദന വന്നു. ഡോക്ടർ പറയും ഫിസിയോതെറാപ്പിയാണ്.
ഫിസിയോതെറാപ്പിയാണ്. എന്താണെന്നറിയോ? വെറുതെ വെച്ചിരിക്കുക. ഇത് നനക്കി കൊടുക്കുക. ഹല്ലേലൂയ എന്ന് വെച്ച് തന്നെ അനക്കത വെച്ചിരുന്നാൽ, കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുത്തിയാൽ, ഇപ്പം നിന്നുകൊണ്ട് ആരാധിക്കുന്ന നിങ്ങൾ നാളെ ഇരുന്നു കൊണ്ട് ആരാധിക്കും. പിന്നെ ഇരുന്നു കൊണ്ട് ആരാധിക്കുന്ന നിങ്ങൾ നാളെ കിടന്നുകൊണ്ട് ആരാധിക്കും. പിന്നെയും ദൈവമായിട്ടുള്ള ബന്ധം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ കിടന്നുകൊണ്ട് ആരാധിക്കും, നിങ്ങൾ വീട്ടിലിരുന്ന് ആരാധിക്കും. അതും കഴിഞ്ഞ് നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയാൽ പിന്നെ വീട്ടിലേക്ക് കാണത്തില്ല. തുറന്നു പറയുന്നതിൽ വേദനയുണ്ട്. സത്യവത ഈ പ്രായത്തില് എന്തെല്ലാം ക്ഷീണങ്ങളും ഫലങ്ങളും വെച്ചുകൊണ്ട് നടക്കുന്ന ദൈവദാസൻ പറയാം. ഓടുന്ന ഓട്ടം കണ്ടാൽ ആരെയും തൃപ്തിപ്പെട്ടാലല്ല, 5 പൈസ സപ്പോർട്ടിന് വേണ്ടിയല്ല. ഹല്ലേലൂയ, സുവിശേഷത്തിനോടുള്ള സ്നേഹം. ഹല്ലേലൂയ, ഞാൻ എൻ്റെ ദൈവസ്നേഹത്തിൽ ഞങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ഒരു മനസ്സില്ലെങ്കിൽ നിന്റെ മനസ്സിനകത്ത് സാത്താന്റെ കുടിയിരിപ്പുണ്ട്. ഹലോ, നിന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് താമസിക്കുമ്പോൾ നിനക്കെല്ലാവരോടും ഒരുപോലെ ഹൃദയം പങ്കുവയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ മനസ്സ് വഷളായി. മനസ്സിന്റെ മാനസാന്തരം എന്ന രൂപാന്തരം നവീകരണം. അവിടെയാണ് ക്രിസ്തു നമ്മുടെ മനസ്സിനകത്ത് വന്ന് നവീകരിക്കപ്പെട്ടു. കർത്താവിന്റെ ആത്മാവ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. മൂന്നാമത്തെ എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് എനിക്കൊരു ഉറപ്പ് വേണം. പിതാവുമായിട്ടുള്ള ബന്ധം, എൻ്റെ അവകാശം പിതാവായ ദൈവം. ഞാൻ പ്രാപിക്കാൻ പോകുന്നത് സ്വർഗരാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യം ദൈവം കൈകൊണ്ട് നിർമ്മിച്ചതാണ്. ദൈവത്തിന്റെ കൈപ്പണിയാണ് സ്വർഗം. ദൈവമക്കളുടെ അവകാശം കേവലം സ്വർഗമല്ല, പിന്നെന്താണ്? റോമർ 8:17 മക്കളെങ്കിൽ നാം അവകാശികളുമാകുന്നു. ബാക്കി പറയാം, ദൈവത്തിന്റെ അവകാശികൾ. പിതാവിന്റെ അവകാശം, ക്രിസ്തുവേശുവിലൂടെ കൂട്ടവകാശികൾ. ക്രിസ്തുവിന്റെ കൂട്ടവകാശം പിതാവിനോടുകൂടെ തേജസ്സാണത്, നിത്യ തേജസ്. 3 നാം ഇവിടെ അവനോട് തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ ഒരു ഒട്ടും സൂചി എടുക്കത്തില്ല. ഹല്ലേലൂയ, ഞാൻ 5-6 കിലോമീറ്റർ നടന്നാണ് ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്ക് പോയിക്കൊണ്ടത്. ഹല്ലേലൂയ, 5-6 കിലോമീറ്റർ. പിന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ കട്ടൻ ചായ കുടിക്കാതെയാണ് തോള് നിറച്ച് സഞ്ചിക്കകത്ത് ട്രാക്ട് തൂക്കിയിട്ട് കൊണ്ട് സുവിശേഷ വേലയ്ക്ക് പോയത്. ഹല്ലേലൂയ, എനിക്കിന്ന് ഇത്രയും വെളിപ്പാടുകളോ കിട്ടിയിരുന്നെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം. ഭയങ്കരമായ വിഷമമുണ്ട് ചിലപ്പോൾ. കർത്താവിന്റെ സ്തോത്രം. ദൈവമക്കളെ ഒന്ന് ഓർത്തു നോക്കുക, എനിക്കൊരു പിതാവുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിതാവുണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണോ വിളിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഭാരമുണ്ടോ? എന്തെങ്കിലും നാളെയെക്കുറിച്ച് ആശങ്കയുണ്ടോ? ഉത്കണ്ഠയുണ്ടോ? ശരീരത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്? അത് വിരുദ്ധ നരകത്തിനെങ്കിൽ നരകത്തിൽ വന്നില്ല. പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം പ്രതീക്ഷയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയോ? നിങ്ങൾക്ക് ഭാരമുണ്ടോ? നിങ്ങൾക്ക് ഉത്കണ്ഠകളുണ്ടോ? നിങ്ങൾക്ക് പിതാവുണ്ടെന്ന് നിങ്ങൾ വെറുതെ പറയും. വെറുതെ പ്രാർത്ഥിക്കുമ്പോൾ ആ പദം സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ എന്ന് വിളിക്കുക. പിതാവാണെങ്കിൽ നിങ്ങൾക്ക് മക്കളില്ലേ? മക്കളാണോ ഭാരപ്പെടുന്ന? നിങ്ങളാണോ? മക്കൾക്ക് വേണ്ടി കരുതി ഭാരപ്പെടുന്നത് അപ്പൻ്റെ അമ്മയുടെ ജോലിയാണ്. നമുക്കൊരു പിതാവ് ഉണ്ടെങ്കിൽ, ഉത്കണ്ഠയുണ്ടെങ്കിൽ, ആകുലതയുണ്ടെങ്കിൽ, ദൈവം എൻ്റെ പിതാവാണെന്ന് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് വെളിപ്പാടില്ല, നിങ്ങൾ പ്രാപിച്ചിട്ടില്ല. പിതാവ് അവിടെ കൊണ്ട് ഞാൻ അങ്ങ് നിർത്തുക. എന്നിട്ട് അത് ദൈവവുമായിട്ട് ബന്ധത്തിൽ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. അതല്ല, ദൈവത്തിന്റെ നാമം വിശുദ്ധമല്ലേ? ദൈവത്തിന്റെ നാമം വിശുദ്ധമല്ലേ? പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് അതിനെ കർത്താവ് ഇങ്ങനെ എന്നെ പ്രാർത്ഥന പഠിപ്പിച്ചത്. നിന്റെ നിമിത്തം, നിന്റെ ജീവിതം കണ്ടിട്ട്
ഈ ഭയങ്കര സർവശക്തിയുടെ ദൈവത്തെയാണ് വിളിക്കുന്നത്. നിനക്ക് എങ്ങനെ ഞാൻ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുഷ്ഠരോഗികൾ സൗഖ്യമാക്കണം, അരിഷ്ടവർ ഉയർത്തെന്നേൽക്കണം. യേശുവിനെ പോലെ ഒരു താഴ്മ എനിക്ക് തരണമേ, യേശുവിനെ പോലെ ഒരു എളിമ എനിക്ക് തരണേ, സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഇത് പ്രാർത്ഥനയില്ല. ഹല്ലേലൂയ. എന്ത് സംഭവിക്കുന്നു? അവർ കാണുന്ന നിന്റെ ശക്തിയല്ല, കിട്ടത്തില്ല. നിന്നെ കൊണ്ട് ദൈവത്തിന് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. യേശുവിനെ പോലെ, അല്ലെങ്കിൽ യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടവനാണ് നമ്മൾ. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മളുടെ വിശുദ്ധ ജീവിതം കൊണ്ടാണ്. കെട്ടിപ്പൊക്കണ്ട. അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിന്റെ മുഖത്ത് സന്തോഷമെങ്കിലും ഉണ്ടാകും. നീ അഭിനയിക്കുന്ന സന്തോഷം എന്താണെന്ന് കർത്താവിന് അറിയാം. ഹല്ലേലൂയ. പാപം വാതിക്കെ കിടന്നിട്ട് നിനക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? കയ്യിനെ നിന്റെ മുഖം വളർന്നത് വാടിയ മുഖം അടങ്ങുന്നുണ്ടോ? വാടിയ മുഖം, നിന്റെ മുഖം വളർന്നത് അത് അതില് എന്റെ അടുത്തിരിക്കുന്ന സഹോദരി അല്ല, നിന്റെ അകത്ത് വാതിക്കൽ പാപം കിടക്കുന്നുണ്ട്. പാപം വാതിക്കൽ കിടക്കുന്നവന്റെ മുഖത്തിന്റെ വാറ്റം മാറത്തില്ല. എന്തെല്ലാം കെട്ടിയാലും അതിന് നീ ഏറ്റു പറയണം, കണ്ടെത്തണം, ഉപേക്ഷിക്കണം. നീ അതിനെ പുറത്താക്കണം. വേറുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്ന എങ്ങനെ? പാപത്തോട് നോ. പാപം എന്ന് പറയുന്നത് സഹോദരനോട് ഉള്ള ബന്ധമാണ്. ഇത് പാപം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ പല പാപങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു. നിന്റെ നാമം വിശുദ്ധീകരിക്കുന്ന നിന്റെ രാജ്യം വരണം എന്ന് വെച്ചാൽ എന്താ? നിന്റെ രാജ്യം വരണമേ എന്ന് പറയുന്നതിന് അർത്ഥം കർത്താവ് എന്നെ ഭരിക്കണം. വേറൊരു ഭരണകർത്താവ് ഉണ്ടല്ലോ, എന്നെ ഭരിക്കാൻ ഒരാൾ തിടുക്കം കുട്ടി അതിക്രമിച്ച് കയറുന്നുണ്ടല്ലോ. അതാരാ? സാത്താൻ. അവന്റെ രാജ്യം നമ്മൾ പണിയും. നിന്റെ രാജ്യം എൻ്റെ ബുദ്ധിയിലേക്ക്, എൻ്റെ ചിന്തയിലേക്ക്, എൻ്റെ പ്രാണന്റെ എല്ലാ മനോഭാവങ്ങളിലേക്ക് നിന്റെ രാജ്യം, നിന്റെ അധികാരം, നിന്റെ ഭരണം വരണമേ. പിന്നെ നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ. വിവരിക്കാൻ എനിക്ക് സമയമില്ലാത്ത ചെയ്യാൻ പറ്റും. നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. അടുത്തെന്താ? അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. അന്ന് വേണ്ടുന്നത് ഇന്ന് തരണം. നമ്മുടെ ചിന്ത എന്താ? പ്രത്യാശ എന്താ? നാളെ ഭാവിയിലെ ഒരു കൊച്ചിയൊക്കെ ഇട്ട് ഇരുന്ന് എൻ്റെ അടുത്ത് ഒരു അമ്മമ്മ പറഞ്ഞതാണ്, ഇരുന്ന് വസ്ത്രം ഞാൻ അപ്പം ഫാനൊന്നുമില്ല, ഫാൻ്റെ കീഴിലിരുന്ന് 5 പവൻ്റെ ഒരു ചെയിൻ എൻ്റെ കഴുത്തിൽ അണിഞ്ഞ് എൻ്റെ കൈക്ക് ഇത്ര വറയിട്ട് ഞാനിവിടെ ഇരുന്നിട്ട് എല്ലാം ഇട്ട് ഞാൻ പെന്തക്കോസിൽ വരും. അങ്ങനെ ജീവിച്ചിട്ട് പെന്തക്കോസിൽ വരും. അമ്മമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞു. കഥ കഥയല്ല. കുറച്ച് കുട്ടി ഒന്നുവന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു, സ്വർണ്ണമാല കിട്ടിയല്ലോ, 5 പവന്റെ മാല കിട്ടിയല്ലോ, ഫാൻ കിട്ടിയല്ലോ, വേണമെങ്കിൽ AC കിട്ടും, ഇതെല്ലാം കൊണ്ടല്ല തൃപ്തിയായില്ലേ? വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. കർത്താവ് അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം. ഇനി യേശുവിന് വേണ്ടിയിട്ട് ക്യാൻസറിനെ കർത്താവ് സൗഖ്യമാക്കി. ഇനി യേശുവിന് വേണ്ടിയിട്ട് എന്നെ ചെന്നപ്പോൾ പഴയതിൻ്റെ അപ്പുറത്ത് അടിച്ചു പൊളിച്ചുള്ള ജീവിതം. 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ക്യാൻസർ തടഞ്ഞു. അതിനപ്പുറത്തെ വേദന. മനസ്സിലാകാൻ കാണാം. ബുദ്ധിയില്ലേ ക്യാൻസർ വരുന്നതിന് മുമ്പ് ക്യാൻസർ പോയി കഴിഞ്ഞപ്പോൾ ഇനിയും വരാൻ സാധ്യത ചിന്തിച്ചൂടെ? ഒന്ന് മനസ്സന്തപ്പെട്ട് ചോദിച്ചൂടെ? തീർന്നില്ല. ഹല്ലേലൂയ. നിന്റെ രാജ്യം വരണമേ എന്ന് പറയാനല്ല, ആ രാജാവിന്റെ ഭരണം എന്നിൽ നടക്കണം. ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇവിടുത്തെ ഇഷ്ടങ്ങൾ തീർന്നിട്ട് നമുക്ക് പറ്റത്തില്ല. ഞാനത് പറഞ്ഞിട്ട് 1-2 കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിച്ചങ്ങ് നിർത്താം. 1-2 കാര്യങ്ങൾ ഓർപ്പിക്കണം. എഫേസ് റോമാലേഖനം, കൊരിന്ത്യർ ലേഖനം, ഗലാത്യ ലേഖനം, എഫേസ് ലേഖനത്തിന്റെ 3-ാം അധ്യായം വരെ സമയമില്ലാത്തതുകൊണ്ട് ദൈവകൃഷ്ണൻ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തു നിങ്ങളിൽ. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിച്ചു. സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായ വാഴ്ത്തപ്പെട്ടവൻ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവരിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ
മതി. ഇവിടെ വായിക്കുന്നതൊക്കെ അവനിൽ, ഇൻ ക്രൈസ്റ്റ്. എന്താണത്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ നീതീകരിക്കപ്പെട്ടത് നിങ്ങളുടെ ഒരു പരിശ്രമം കൊണ്ടുമല്ല. ഇവിടെ ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റൂ. ഹൃദയം കൂടെ ഇവിടെ കൊണ്ടുവരണം. ഹൃദയം കൂടെ എന്ന് പറഞ്ഞു, നിങ്ങൾ ദൈവമക്കളായിത്തീർന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തു നിർവഹിച്ച ആ പ്രവൃത്തിയിൽ കൂടെ, ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ യേശു ചെയ്തതെല്ലാം നമുക്ക് പകരമാണ്. അതുകൊണ്ട് നമ്മളെ അവനിൽ തെരഞ്ഞെടുത്തു. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും കൂടെ ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ. ഇത് മനസ്സിലാക്കണേ, നമ്മൾ ഇപ്പൊ ഈ ഹോളിനകത്താണ്. ഇതിനകത്ത് നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തി, ക്രിസ്തുവിൽ നമ്മളെ നിർത്തി, ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു, ക്രിസ്തുവിൽ നമ്മളെ വീണ്ടെടുത്തു, ക്രിസ്തുവിൽ നമ്മളെ നീതീകരിച്ചു. എന്ന് അർത്ഥം മനസ്സിലായോ? യേശുവിനെ കാണുന്നത് പോലെ ഇപ്പോൾ പിതാവായി വന്ന് നമ്മളെ ആരെ കാണുന്നില്ല. പിന്നെ ആരെ കാണുന്നു? യേശു ക്രിസ്തുവിനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് കേട്ടാൽ നിലനിന്ന് പോകുന്നു. കയ്യിലിപ്പൊക്കെ കണ്ടെന്ന്, മനസ്സിലിടുപ്പൊക്കെ കണ്ടെന്ന്. അതില് കർത്താവ് നോക്കുമ്പോൾ നിന്നെ കാണുന്നില്ല, ക്രിസ്തുവിനെ കാണുന്നത്. ക്രിസ്തുവിൽ നിങ്ങളെ മറച്ചു. ഇതാണ് എഫേസ്യ ലേഖനം, ഗലാത്യർ, കൊരിന്ത്യർ, റോമർ, എഫേസ്യർ 1-ാം അധ്യായം വരെയും 2 വരെ ഇങ്ങനെയാണ് കാണുന്നത്. എന്നാൽ എഫേസ്യ ലേഖനം 3-ാം അധ്യായം തൊട്ട് ആർക്കൊന്നും അറിയാവർക്കും പറയാം, ഇൻ ക്രൈസ്റ്റ് അല്ല, ക്രിസ്തുവിനല്ല. ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റിഫിക്കേഷനാണ്, നമ്മുടെ നീതീകരണമാണ്, നമ്മുടെ രക്ഷയാണ്. തുടർന്ന് കാണുന്നത് എഫേസ്യർ 3-ാം അധ്യായത്തിന്റെ അതിന്റെ പ്രകാരമാക്കി വായിച്ചു. എഫേസ്യർ 3-ന്റെ പ്രകാരം അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. അവിടുന്ന് പിന്നെ നിങ്ങൾ വായിച്ചു പോയാൽ മതി. ക്രിസ്തു വിശ്വാസത്താൽ. ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിലല്ല. പിന്നെ എങ്ങനെ? ഇവിടെ ഉണ്ടോ? സഹകരിക്കുക എൻ്റെ സഹോദരങ്ങളെ. ഇല്ലെങ്കിൽ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. ഇതുവരെ നിങ്ങൾ ക്രിസ്തുവിലായിരുന്നു, ഇവിടെ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളിൽ വസിക്കുന്നു. എന്താ അർത്ഥം? എന്തെങ്കിലും വ്യത്യാസമാണ്? നേരത്തെ നിങ്ങൾ ക്രിസ്തുവിൽ വസിച്ചു, ഈ വീട്ടിനകത്ത് നിങ്ങൾ വസിച്ചു, ഈ വീടിനകത്ത്. ഇപ്പോൾ ക്രിസ്തു നിങ്ങളിൽ എന്നുള്ളതിന് മാറ്റം വന്നിട്ട് ക്രിസ്തു നിങ്ങളുടെ അകത്ത് വന്നിട്ട് ക്രൈസ്റ്റ് ഇൻ മീ. അതായത് ഈ വീടിന്റെ നിയന്ത്രണം ഞാൻ അങ്ങേറ്റെടുക്കുക, ഈ വീടിന്റെ മുകളിൽ ഞാനങ്ങ് നിയന്ത്രണം ഏറ്റെടുക്കുക. എൻ്റെ കഴിവനുസരിച്ച് എനിക്ക് വരുന്നത് ക്രിസ്തുവിന്. ഇതെത്രത്തോളം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും? ഗ്രഹിച്ചാൽ നിങ്ങളുടെ ഹൃദയം തുറന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൃദയം തുറന്നിട്ടില്ലെങ്കിൽ ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ക്രൈസ്റ്റ് ഇൻ മീ. വിശുദ്ധീകരണം നടക്കണമെങ്കിൽ, ഒരു മാറ്റം വരണമെങ്കിൽ, ഒരു മാനസാന്തരം വരണമെങ്കിൽ, യേശുവിന്റെ സ്വഭാവം നമ്മളിൽ വരണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലായത് കൊണ്ട് ഇന്നത്തെ അനേകം കോടി വിശ്വാസികൾ ക്രിസ്തുവിലാണ്. അതിനുള്ള അനുഗ്രഹങ്ങളൊക്കെയാണ്. എന്നാൽ ക്രിസ്തു നിങ്ങളിൽ വന്ന് വസിച്ചു കഴിഞ്ഞാൽ എന്ത് മാറ്റം വരും? ഞാൻ യേശുവിനെ പോലെ ആക്കി തീർക്കും. പിന്നെ ഞാനല്ല നടക്കുന്നത്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് ഞാൻ വിശുദ്ധീകരിക്കപ്പെടും. ഞാൻ വേറെ ക്രിസ്തുവിനെ പോലെ എന്നെ ആക്കി തീർക്കും. ഇവിടെ വചനത്തെ വിശ്വസിക്കുന്നു മനസ്സിലാക്കുന്നവർ, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് കരം നിർത്താം. മനസ്സിലാകാത്തവർ, മനസ്സിലായവരൊന്ന് കരം നിർത്തിക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇവിടെ സഹോദരിമാർക്കാർക്ക് മനസ്സിലായില്ലേ? ഇൻ ക്രൈസ്റ്റും ക്രൈസ്റ്റ് ഇൻ മീ എന്ന് പറയുന്നത് വ്യത്യാസത. നമ്മൾ ക്രിസ്തുവിൽ നീതീകരണം. പിതാവായ ദൈവം നമ്മളെ ക്രിസ്തുവിലൂടെ കാണുന്നു എന്നും അങ്ങനെ പോലെന്നാണ്. ഇനി ക്രിസ്തു നിങ്ങളിൽ വസിച്ചിട്ട് ക്രിസ്തു നിങ്ങളിൽ കൂടെ വെളിപ്പെട്ടു വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് മറ്റത് കർത്താവ് തന്ന സൗജന്യമാണ്. ഇത് നമ്മൾ കർത്താവ് വന്നിട്ട് നമ്മളെ കൂടെ സഹകരിപ്പിച്ചിട്ടുണ്ടാക്കുന്ന വിശുദ്ധീകരണമാണ്. അല്ലാണ്ട് എല്ലാം ഉണ്ടായി വരുന്നില്ല. വില കൊടുക്കണം. നീ ഉപവസിച്ച് പ്രാർത്ഥിക്കണം.
കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ചുമ്മാ ജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യണം, പാപത്തോട് യുദ്ധം ചെയ്യണം. മൊബൈലും വെച്ചുകൊണ്ടിരുന്നാൽ കിട്ടുന്നതല്ല ഇത്. ഹല്ലേലൂയ. യൂട്യൂബിനകത്ത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കണ്ടുകൊണ്ടിരുന്ന കിട്ടുന്നതല്ല ഇത്. ഉള്ളത് കൂടെ പോകും. സീരിയലിന്റെ മുമ്പിലിരുന്നാൽ, ഹല്ലേലൂയ, അല്ലെങ്കിൽ സുവിശേഷ വിലയ്ക്ക് പോകാതെ അത് വീട്ടിലിരുന്നാൽ ഉള്ളത് കൂടെ ചോർത്തിക്കളയും ശ്രദ്ധ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാതെ നിനക്ക് അതുവിധം പറഞ്ഞുകൊണ്ട് എന്തിനു പോകും? ഇവരെ എവിടെ വേണമെങ്കിലും പോകും. പത്രത്തിട്ട് പുറകിപ്പിക്കളി. പക്ഷെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. ഉള്ളത് കൂടെ നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? ഉള്ളത് കൂടെ നഷ്ടപ്പെട്ടു പോകും. വീട്ടിൽ കുത്തിയിരിക്കുന്ന നീ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സുവിശേഷ വേലയ്ക്കും അതിനെ പറഞ്ഞില്ലേ, അതൊക്കെ താഴ്ന്നവരുടെ ജോലിയല്ലേ, പാവപ്പെട്ട ദിവസങ്ങളുടെ ജോലിയാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കവരൊക്കെ കന്നുകൊണ്ട് പ്രസംഗിക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു മാനേഴ്സ് ഒക്കെ ഇല്ലേ? ഇതാണ് നമ്മുടെ ചിന്ത. പൗലോസിന്റെ മാനേഴ്സുകളുണ്ട് ഞങ്ങൾക്ക്, യേശുവിന്റെ മാനേഴ്സുകളുണ്ട് ഞങ്ങൾക്ക്. ഹല്ലേലൂയ. അതൊക്കെ സാധാരണ സ്വഭയ്ക്കകത്തുനിന്നുള്ള പ്രസംഗമാണെങ്കിൽ ഞങ്ങൾ കഴിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നിങ്ങളിൽ വസിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകും. പ്രാർത്ഥിക്കുന്ന ഒരാളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നിങ്ങൾ ഇവരുടെ രൂപാന്തരമാണ്. പ്രാർത്ഥന ദൈവത്തെ മാറ്റത്തില്ല, ദൈവത്തിന് മാറ്റം ഉണ്ടാക്കത്തില്ല. ദൈവം ഇപ്പം മാറി, ദൈവം ഇപ്പം ശക്തി കൂടി, അങ്ങനെയാണ് ജാതികളുടെ പ്രാർത്ഥന. എന്നാൽ പ്രാർത്ഥന എന്നെ മാറ്റും, എന്നെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥന എന്നുള്ളത്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ അവിടെ കൊണ്ട് അങ്ങ് നിർത്തി പറഞ്ഞു പോകുന്ന സമയം, എൻ്റെ സമയം, ഞാൻ ഉദ്ദേശ സമയം ആയി. ശ്രദ്ധിക്കാം. ഒന്ന്, ജഡത്തിൻ്റെ ആശയുള്ള ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ, ജഡത്തിൻ്റെ ആശ. എന്താ ജഡത്തിൻ്റെ ആശ? ജഡത്തിൻ്റെ മോഹം എന്താ? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ ജഡമോഹത്തിന് എന്താണ്? കർത്താവിനോട് സത്താൻ വന്നിട്ട് പറഞ്ഞു, ഈ കല്ല് അപ്പമാക്കി തരിക, തിന്നുക, കുടിക്കുക, വീട് വയ്ക്കുക, മക്കള് പഠിപ്പിക്കൽ, ഭർത്താവ്, ഭാര്യ. കേട്ടോ, വചനം കേൾക്കുമ്പോഴത്തേക്ക് പറഞ്ഞില്ലേ, വല്ലതും കേട്ടോ? ഇപ്പൊ ഞാൻ പന്ത്രണ്ട് കേട്ടോ, അവിടെ പുറകിരിക്കുന്നതെല്ലാം കേട്ടോ? കേൾക്കത്തില്ല. ആരാ കൊണ്ടുപോയത്? സത്താൻ കൊണ്ടുപോയി. എന്താണ്? പ്രാർത്ഥിക്കുന്നവന് വരുന്ന പ്രാർത്ഥിക്കുന്നവന്റെ വിജയത്തിലേക്കുള്ള 7 പടികളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ജഡത്തെ അതിന്റെ രാഗമോഹം കൊണ്ട് ക്രൂശിക്കണം. വചനം കൊണ്ട് ജഡത്തിന്റെ മോഹത്തെ ജയിക്കണം. ജഡം എൻ്റെ കണ്ണിന്റെ ദുരാശയാവും. ഈ ലോകത്തിൽ എൻ്റെ ജഡമെന്ന് പറഞ്ഞ ദൈവത്തോട് ശത്രുവാണ്. ജഡത്തിന്റെ മോഹം ദൈവത്തോട് ശത്രുത്വം ഉണ്ടാക്കുന്ന ജഡമോഹം, ലൗകികത, ഭൂമിയിലുള്ള സുഖങ്ങൾ, ഭക്ഷണം, വസ്ത്രം, ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ, ജഡത്തിന്റെ ദുരാശകൾ. നമ്മൾ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവന് അതില്ല. നിനക്ക് ആവശ്യമുള്ളത് എന്തെന്ന് സ്വർഗ്ഗസ്ഥനായ പിതാവിന് അറിയുന്നുണ്ട്. ജഡത്തിന്റെ ആശകൾ കൊണ്ട് നമ്മുടെ ഉള്ളം നിറയ്ക്കരുത്. കൺമോഹം. എന്താണ് കൺമോഹം? മക്കളെ പഠിപ്പിച്ചപ്പോൾ എങ്ങനെയായി? ഇവര് വീട് വെച്ചപ്പോൾ അങ്ങനെയായിരുന്നു. കണ്ണിന് മോഹം ജനിപ്പിക്കുന്നതെല്ലാം അതുപോലെ എനിക്ക് ഉയരണം, അതുപോലെ എനിക്ക് മാനിക്കപ്പെടണം, അതുപോലെ തന്നെ എൻ്റെ വീട് വാങ്ങണം, അതുപോലെ തന്നെ എൻ്റെ ബാങ്കിലും ബാലൻസ് വരണം. കൺമോഹം. യേശുവിനെ എന്താ പറഞ്ഞത്? എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. സഭ പറയാ, എന്നെ ഒന്ന് ആരാധിക്കാവോ? ഇതല്ലേ കഥ. കാരണം ഇത് കണ്ട, ഇത് മുഴുവൻ മനോഹരത. കണ്ണുകൊണ്ട് കാണാൻ ഇമ്പമുള്ളതെല്ലാം നിന്റെ വീട്ടിലുണ്ടാകുന്നത്. എന്നെ ഒന്ന് കുമ്പിടാമോ? എന്നെ നമസ്കരിക്കും. ഈ പോകുന്ന പോക്കങ്ങ് പോയാൽ മതി, എല്ലാം കിട്ടും. കൺമോഹം. ഈ പോകുന്ന പോക്ക് കണ്ണിനെ ക്രൂശിക്കണം, അല്ലാതെ കണ്ട് വിജയം വരിക്കാം എന്ന് ചിന്തിക്കാം. ഇതിനാണ് ക്രിസ്തു നിങ്ങനെ അകത്തു വന്ന് വസിക്കുന്നത്. എന്തിനെ ക്രിസ്തു അകത്തു വന്ന് വസിക്കുന്നത്? ജഡമോഹമുണ്ടോ? ക്രൂശിക്കണം. ഓരോ ദിവസവും ജഡത്തെ ക്രൂശിൽ യേശുവിനോട് ക്രൂശിക്കണം. കണ്ണ്, ലോകസ്നേഹം. എങ്ങനെ? ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്, എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? എന്തുകൊണ്ട്? ദൈവം തരുമെന്ന് എനിക്ക് ആവശ്യമുള്ളത്. ഈ ലോകത്തിൽ നീ തെണ്ടുന്നവനും ഭിക്ഷാടനക്കാരനും രോഗിയുമായിരിക്കുന്ന നല്ല ദൈവത്തിന് ഇഷ്ടം. ഇതിനെ കുറിച്ച് ഉപസിക്കും. ഇതിനു വേണ്ടി പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ കോരിത്തലിക്കുന്നത് ഇന്നോട് സംസാരിക്കും. എന്താണ്? എന്റെ വീടിന്റെ പണി നടക്കാൻ പോകണമെന്ന് കർത്താവ് സംസാരിക്കും. അത് ദൈവശബ്ദമല്ല.
ഇത് മനുഷ്യ ശബ്ദമാണ്. ജീവിതത്തിന്റെ പ്രതാപം. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തു നിങ്ങളിൽ വസിച്ചാൽ ഉണ്ടാകുന്നത്. ഇപ്പൊ ക്രിസ്തു നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുമ്പോഴും വേണ്ട കേട്ടോ. നിങ്ങൾ ക്രിസ്തുവിലാണ്. ക്രിസ്തു നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. കണ്ണിന്റെ ആശ മാത്രമല്ല, ജീവിതത്തിന്റെ അഹന്തയും. 4 പേർ പറയണം, ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് 4 പേർ പറയണം, എനിക്കൊരു സ്ഥാനം, എനിക്കൊരു മാനം. നീ ഈ ഇതിന്റെ മുകളിൽ നിന്ന് ചാടിയാൽ ദൈവം ദൂതന്മാരെ അയച്ച് നിന്നെ കാത്തുകൊണ്ട് വന്ന് 91 സങ്കീർത്തനം പറയുന്നില്ലേ കർത്താവേ? അതുകൊണ്ട് ചാട്. ദൈവത്തെ പരീക്ഷിക്കാൻ അഹന്ത, ഉള്ളിലഹന്ത, ഞാൻ അത് ചെയ്ത ദൈവം അംഗീകരിക്കും. എല്ലാവരും ചെയ്ത ചാടാൻ. വേദപുസ്തകത്തിൽ 91 സങ്കീർത്തനത്തിൽ പറയുന്നത് ചാടാനാണ്. 91 സങ്കീർത്തനത്തിൽ സങ്കീർത്തനം ഉണ്ടോ? എന്താ ചാടാൻ പറഞ്ഞിട്ടുണ്ടോ? അതല്ല, ദൈവത്തെ പരീക്ഷിക്കാൻ അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് നീ വീണാൽ നിന്റെ ദൂതന്മാർ വന്ന് നിന്നെ താങ്ങുമെന്ന. ഞാനിപ്പൊ ചാടിക്കാണിച്ചു തരാം, ഞാൻ ഇപ്പൊ അതിനെ അതിശയത് കാണിച്ചില്ല, ഇത് ദൈവം എന്നെ മാണിക്കുന്നത് കാണിച്ചു തരാം. അവസാനം ദൈവം കൂടെ ഇല്ല. ദൈവത്തെ പരീക്ഷിക്കരുത്. പെട്ടെന്ന് പറഞ്ഞു പോവുക. വിശ്വാസം പ്രവൃത്തിയിൽ ഇല്ലാത്ത വിശ്വാസം. ഭയങ്കര വിശ്വാസിയാണ്. അതിന് പാട്ടൊക്കെ പറഞ്ഞെന്ന് ഞാൻ നൃത്തം ചെയ്യേണ്ടി അവൻ പിരിഞ്ഞ് സ്തോത്രം ചെയ്തൊക്കെ നിർത്തും. പക്ഷെ വിശ്വാസമില്ല. വിശ്വാസം പ്രവൃത്തിയിലില്ല. സാത്താന്റെ വിശ്വാസം എന്താ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. 1 സെക്കൻഡ് മതി ഒരാളോട് പിണങ്ങാൻ, തിരിഞ്ഞു പോയി കളയും. സാത്താൻ നിന്നേക്കാൾ വലിയ വിശ്വാസിയാണ്. ദൈവത്തെ വിറയ്ക്കവൻ. നിനക്ക് ദൈവത്തെ ഭയമുണ്ടെന്ന് പറയുന്നെങ്കിൽ സാത്താൻ വിറയ്ക്കും. പക്ഷേ നിന്റെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ തെളിയിക്കാൻ അയാൾക്ക് പറയുന്നത്. സഹോദരൻ എന്തും പറയട്ടെ, ഹല്ലേലൂയ, എന്തും പറയട്ടെ, എന്തും കാണിക്കട്ടെ, അവിടെ ചെന്ന് കെട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഹൃദയമുണ്ടോ? ഭർത്താവിനോട്, സ്നേഹിതരോട് 3 ദിവസം പിണങ്ങിയാണോ നിൽക്കുന്നത്? വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിക്കണം. 5, ഒരു സാഹചര്യവും അനുകൂലമല്ലാത്തപ്പോഴും പ്രത്യാശയോടെ എനിക്കൊരു നാഥനുണ്ട്. ഇന്നിവിടെ വിട്ടുപിരിഞ്ഞാൽ ഒരിക്കൽ ഒരമ്മച്ചി കപ്പലിൽ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യണം. കപ്പല് കടലിന്റെ മധ്യത്തിലെത്തിയപ്പോൾ കപ്പലിന്റെ നടത്തുന്ന ആൾ കപ്പിത്താൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചോ. എന്തുപറ്റി? കപ്പൽ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഏത് സമയത്തും കപ്പൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. കപ്പലിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? കപ്പലുള്ള അവസ്ഥ ആയിരിക്കും. നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ ഇരിക്കുന്ന പോലെ നിങ്ങൾ ഇരിക്കും, ഇതുപോലെ നിങ്ങൾ ഇരിക്കും. എന്താ കാരണം? കപ്പൽ ഇപ്പോൾ ഈ തിരക്കകത്ത് പെട്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, എല്ലാവരും വാവിട്ട് നിലവിളിച്ച് ഓടുക, തമ്മിൽ മക്കളും ഭാര്യമാരും സഹോദരങ്ങളും എല്ലാം തന്നെ കെട്ടിപ്പിടിക്കുക. ഈ അമ്മച്ചി അവിടെ തന്നെ ഇരിക്കുന്നു. പെട്ടെന്ന് കപ്പിത്താനും ആൾക്കാരും, നിങ്ങൾ മാത്രം എങ്ങനെ ഇരിക്കുന്നത്? ഇവിടെ വാവിട്ട് പ്രാർത്ഥിക്കുന്ന കേട്ടില്ല, നിലവിളിക്കുന്നത് കേട്ടില്ല. ഉടനെ അവർ ചിരിച്ചു. അമ്മച്ചി പറഞ്ഞു, എൻ്റെ പൊന്ന് കപ്പിത്താനെ, സഹോദരങ്ങളെ, ഈ പ്രതികൂലം കണ്ടു, കാറ്റ് കണ്ട്, കപ്പല് തകർന്നു പോകുന്നതല്ല എൻ്റെ പ്രത്യാശ. ഞാൻ അക്കരയ്ക്ക് പോകുന്നത് എൻ്റെ മൂത്ത മോളെ, ഇളയ മോളെ ഒന്ന് കാണാനാണ്. ഞാനിപ്പോൾ ആ രാജ്യത്തേക്ക് പോകുന്നത് ഇളയ മോളെ കാണാനാണ്. ഞാൻ ഈ കപ്പലിന് അപകടം പറ്റിയില്ലെങ്കിൽ പോയി ഇളയ മോളെ കാണും. അഥവാ ഈ കപ്പൽ ഇവിടെ തകർന്നു പോയി വെള്ളത്തിൽ മുങ്ങിത്താണാൽ ഞാൻ നേരെ പോയി എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ മൂത്ത മോള മരിച്ചുപോയി. അവൾ ഇപ്പം കർത്താവിൻ്റെ കൂടെയുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ കപ്പൽ തകർന്ന ഞാൻ അവിടെ പോയി എൻ്റെ മൂത്ത മോളെ കാണും. കർത്താവിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്നത് കണ്ട് കർത്താവിനെ കണ്ട് ഞാൻ സന്തോഷിക്കും. കപ്പല് തകർന്നില്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് പോയി എൻ്റെ ഇളയ മകളെ കാണും. എനിക്കൊരു പ്രത്യാശയുണ്ട്. എനിക്കറിയാം പ്രത്യാശ എന്താണെന്നൊക്കെ. ഈ പിണക്കവും വൈരാഗ്യമൊക്കെ വരുന്നത് എന്തോ എവിടുന്ന വരുന്നത്? ഉള്ളിലെ മോഹങ്ങളിൽ നിന്നാണ് വരുന്നത്. ഈ പകയ വിദ്വേഷം ഉള്ളിലെ മോഹങ്ങളിൽ നിന്നാണ് വരുന്നത്. പ്രത്യാശയോടെ ഏത് പ്രതികൂല സാഹചര്യത്തിലും എൻ്റെ പടകിനകത്ത് യേശുണ്ട്. എന്നെ അക്കരെ എത്തിക്കാനാണ് കഴിയും. ഇവിടെ തകരുന്നെങ്കിൽ തകരട്ടെ എന്ന് പറയുന്ന തീയുടെ നടുവിൽ ഞങ്ങൾ വിടുവിപ്പാൻ കഴിയും. വിടുവിച്ചില്ലെങ്കിൽ ഞങ്ങൾ
നിന്റെ ബിംബത്തെ നമസ്കരിക്കത്തില്ല. ഇതാണ് പ്രത്യാശ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. 7-ാമത്തത്, ആത്മാവിന്റെ ഫലം എന്താണ്? സ്നേഹം, സന്തോഷം. ഹലോ, ഇവിടെ ഇല്ലാത്തവർക്ക്, മനസ്സുകൊണ്ട് ഇവിടെ ഇല്ലാത്തവർക്ക് ഇവിടെ പോകാം കേട്ടോ. മനസ്സുകൊണ്ട് ഇവിടെ ഇല്ലാത്തവർക്ക് പോയി പ്രസംഗം വരുമ്പോൾ പുറത്തേക്ക് പോകും. ആത്മാവിന്റെ ഫലം എന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതിനകത്ത് ആദ്യത്തെ 6 കാര്യങ്ങൾ ഞാൻ അങ്ങ് മാറ്റാം. സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും വിശ്വസ്തതയും ഒക്കെ. വിശ്വസ്തത കുട്ടികളുണ്ട്. വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ആത്മസംയമനത്തോടുകൂടെ ക്രൈസ്തവ ജീവിതം നയിക്കണം. ഇപ്പോഴേ ഇവിടെ ഇത്രയും പേരെടുത്ത ആത്മസംയമനം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിവിടെ കുഞ്ഞുങ്ങളെ കൽപ്പിക്കൂ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയെന്നാൽ ഞാൻ വല്ലതൊക്കെ പറയും. അപ്പോൾ എന്ത് ചെയ്തു? ആത്മസംയമനം ഉണ്ടാകണം. ആത്മസംയമനം ഉണ്ടാകണം. കുഞ്ഞുങ്ങളുടെ മുഖത്തേക്കല്ല നോക്കേണ്ടത്, ക്രിസ്തുവിലേക്ക് നോക്കാം. വചനത്തിന് വേണ്ടി കാതോർത്തിരിക്കാൻ കഴിയുന്ന ഒരു ആത്മസംയമനം, ആത്മൊരുക്കം വേണം. ഇന്ദ്രിയ ജയം വേണം. അതായത് വിശ്വസ്തത വേണം. വിശ്വസിക്കാമോ? ചിരിച്ച് കാണിക്കുമ്പോൾ ശരിയാണോ? ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളതാണ് കർത്താവല്ലേ കാണുന്നത്. വിശ്വസിക്കാൻ കൊണ്ടുപോകും. അതിനെ അടുത്തിരിക്കുന്ന സഹോദരത്തിനെ വിശ്വസിക്കാൻ കൊണ്ടുപോകും. സ്വന്തം ഭർത്താവിനെ തന്നെ വിശ്വസിക്കാമോ? സൗമ്യത. എന്താ സൗമ്യത? എൻ്റെ സ്ഥലം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥലത്ത് വരണം. ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമായിരുന്ന യേശു സ്വർഗമഹിമകൾ വെടിഞ്ഞിട്ട് ഈ താണലോകത്തിൽ വന്ന ഒരു ദാസനെ പോലെ ജീവിച്ച ആ ഭാവത്തെയാണ് സൗമ്യത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ? മനുഷ്യരാണ്. നമുക്ക് ദൈവത്തെ പിൻപറ്റാൻ പറ്റത്തില്ല. ആത്മമനുഷ്യനാണ്, ദൈവമക്കളാണ്, സാധാരണ മനുഷ്യരല്ല നമ്മൾ. കർത്താവ് നമ്മൾ സഹായിക്കട്ടെ. ഇതാണ് പ്രാർത്ഥന. ഞാൻ 7 കാര്യം പറഞ്ഞു. ഒന്ന് പറയാമോ? ജയാളികളായി ജയിച്ചു വരുന്നവരുടെ 7 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് പറയാമോ? ജഡത്തെ ക്രൂശിക്കുന്നവരായിരിക്കണം. ജഡം പറയുന്നതനുസരിച്ചല്ല. വിവരിക്കാൻ സമയമില്ലായിരുന്നു. കന്മോഹം കണ്ണ് പറയുന്നതല്ല ഈ ലോകത്തിൽ. ഞാൻ ഒരു പിശാചിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ പ്രതാപം, അഹന്തകൾ, ഈ ലോകത്തിൽ സമ്പന്നനായി തീർന്നിട്ട് എനിക്ക് സുവിശേഷം വിലയണം, എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം. കർത്താവ് തന്നെ വിലയും. നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റേതായിരിക്കുന്ന കഴിവ് കൊണ്ടുമല്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ കേട്ടതാണ്, വിശ്വാസം പ്രവൃത്തിയിലുണ്ടാകണം. വാക്കിലും നാവ് കൊണ്ടുള്ള വിശ്വാസം നിർത്തണം. ഈ നാവിനോട് ഭയങ്കര സ്നേഹമാണെന്ന വിശ്വാസമാണ്. വാക്കുകൊണ്ടല്ല, ഹൃദയത്തിനകത്ത് തെളിയിക്കപ്പെടണം. ഇവിടെ ദൈവം നീ വിശ്വാസിയാണെന്ന് സഭയിലുള്ളവർ പറയണം. അഭിനയിച്ചാൽ സാധിക്കത്തില്ല. 5 ഒരു സാഹചര്യം അനുകൂലമല്ലെങ്കിലും ഒരു പ്രത്യാശ. എനിക്ക് അക്കരച്ച സ്വർഗത്തിൽ ഇവിടെയാണെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെ, ഇവിടെ ഞാൻ കർത്താവിൻ്റെ കൂടെ, സ്വർഗത്തിൽ എനിക്ക് ഭൂമിയിലും ആരുണ്ട്. സ്വർഗത്തിൽ ഞാൻ ദൈവമുണ്ട്, ഇവിടെയും ഞാൻ നിന്നെയുള്ളത് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. 7 സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയ ജയം നമ്മെ ഉണ്ടാകും. നമുക്ക്